ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ജയിൽ മോചനം. അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് തിഹാർ ജയിലിന് മുന്നിലെത്തിയത്. വ്യക്തി സ്വാതന്ത്ര്യം പരമപ്രധാനമാണെന്ന് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഉപാധികളോടെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കാൻ പാടില്ല, ഫയലുകളിൽ ഒപ്പിടരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാൻ കെജ്രിവാളിന് പരിമിതികളുണ്ടാകും. വിചാരണ ഉടൻ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുന്നെന്നും കോടതി വ്യക്തമാക്കി. CBI അറസ്റ്റിൽ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധിയാണ് പ്രസ്താവിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് CBI നടപടിയെ അനുകൂലിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ അതിരൂക്ഷ വിമർശനമുയർത്തി. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ പുറത്തിറങ്ങിയ കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിത കെജ്രിവാളും നേതാക്കളും തിഹാർ ജയിലിന് പുറത്തെത്തി. കെജ്രിവാളിനെ പ്രവർത്തകർ ആഘോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ധൈര്യവും കരുത്തും 100 മടങ്ങ് കൂടിയെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരോട് പറഞ്ഞു. और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं, जो देश को बांटने का काम कर रही हैं, जो देश को अंदर से कमजोर करने का काम कर रही हैं, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा. ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അണികൾക്ക് ആവേശം പകരുന്നതാണ്. 24 ഡൽഹി.